ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുക്കിങ്ങിലോട്ടൊക്കെ കയറുന്നതിന് മുന്നേ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി പോയി വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് വന്നായിരുന്നു. അപ്പോൾ അതെല്ലാം പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ കിടന്നത്. സമയം ഒത്തിരി ലേറ്റായി പോയായിരുന്നു. പക്ഷേ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം മുറത്തിലൊക്കെ തട്ടിയിട്ട് കവറൊക്കെ തുറന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ കിടന്നത്. ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഈ ഒരു കുഞ്ഞ് സ്റ്റാൻഡിനകത്താട്ടോ ഇടുന്നത്. അതിങ്ങനെ താഴെയായിട്ട് സവാളയും നടുക്ക് ഇതേണക്ക് വെളുത്തുള്ളി ഉരുളക്കിഴങ്ങും കൂടെ മിക്സ് ചെയ്തിട്ടേക്ക് ഏറ്റവും മുകളിലായിട്ട് ചെറിയുള്ളി ആട്ടോ ഇടുന്നത്. അപ്പോൾ അവിടെ കിടന്ന പഴയ ചെറിയുള്ളി എല്ലാം ഞാനങ്ങ് തൊലിക്കാനായിട്ട് എടുത്ത് മാറ്റിയിട്ട് പിന്നെ ഇപ്പം വാങ്ങിച്ചുകൊണ്ട് വന്ന ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഇത് കണക്ക് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും സലാഡിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇത് കണക്കത്ത് ഫ്രിഡ്ജിനകത്ത് ബോക്സിലാക്കി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം മാക്സിമം ഒരു 1 വീക്കിലേക്കുള്ളതേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. മുമ്പൊക്കെ ഇത് കണക്ക് തോനെയൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിലാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടിയും അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകുന്നുണ്ട്. അത് എന്താ കാര്യമെന്ന് എനിക്ക് അറിയാനൊന്നും വയ്യ. പക്ഷേ അങ്ങ് പെട്ടെന്ന് ചീത്തയായിപ്പോൾ നമുക്കൊരു 2 ആഴ്ചയൊന്നും എന്തായാലും വെച്ചിരിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മുകളിലും താഴെയും ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടായിരുന്നു കേട്ടോ വെക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം പിടിച്ചിരിക്കുന്നതെല്ലാം അതിനകത്ത് അങ്ങ് പിടിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നാളെ വല്ലതും വാങ്ങിയിട്ട് ഇതൊന്നും കൂടെ മാറ്റിയതിന് ശേഷം ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുന്ന ഒരു 2-3 ദിവസം ആകുമ്പോൾ തന്നെ ആ തക്കാളിയൊക്കെ അങ്ങ് ഒരുമാതിരി ആവും കേട്ടോ. അതുകൊണ്ട് ഇപ്പം തൽക്കാലം ഞാൻ ഇതിങ്ങനെ അടച്ചങ്ങ് വെച്ചിരിക്കാൻ വിചാരിച്ചു. പുറത്ത് വെച്ചിരുന്ന അത് ഇല്ലാതാക്കി കളയണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്ത് അടുക്കി പറക്കി വെക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ മിൽക്ക് സോണിൽ കിടക്കുന്നതെല്ലാം എൻ്റെ നെയിൽ പോളിഷാണ് കേട്ടോ. അത് ഞാൻ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി അങ്ങ് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനമായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.